നിങ്ങൾ ആരെക്കുറിച്ചും വിധി എഴുതരുത്, എന്തെന്നാൽ നിങ്ങളും വിധിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം അധ്യായം 7 വാക്യം 1. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി കേൾക്കാൻ വേണ്ടിയാണ് പുതിയ നിയമത്തിലെ ഈ ഗോസ്പൽ ഇവിടെ ഉദ്ധരിച്ചത്. ഇതിലെ 2-ാം വാക്യം കൂടി ഉദ്ധരിക്കാം. എന്തുവച്ചാണോ നിങ്ങൾ അളക്കുന്നത്, അതിനാൽ നിങ്ങളും അളക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം അധ്യായം 7 വാക്യം 2. 2 ദൈവവചനവും സിസ്റ്റർ ഹെലീനയ്ക്ക് ഈ സന്ദർഭത്തിൽ നന്നായി ചേരും. എന്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. പള്ളുരുത്തി പബ്ലിക് സ്കൂളിലുണ്ടായ ശിരോവസ്ത്ര വിഷയമാണ് ഇപ്പോൾ വലിയ വാർത്ത. മനുഷ്യന് ഭക്ഷണവും വീടുമൊക്കെ ഉണ്ടോ എന്നല്ലേ നോക്കേണ്ടത്, അല്ലാതെ തലയിലൊരു തുണ്ടം തുണിയിടണോ വേണ്ടയോ എന്നത് ഇത്ര വലിയ പ്രശ്നമാക്കണോ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്ക മാനസരെ ചിലപ്പോൾ കണ്ടേക്കാം. അവരുടെ വിശ്വാസത്തിന് അവരോട് നമുക്ക് ക്ഷമിക്കാം. പക്ഷേ രാജ്യത്ത് വിവിധ ദൈവവിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും ഉള്ളപ്പോൾ ഇന്നത് ശരി, ഇന്നത് തെറ്റ് എന്ന് വിധിക്കപ്പെടുന്നത് അത്ര നിസ്സാര കാര്യമല്ല എന്ന് കരുതുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന അത് സിസ്റ്റർ ഹെലീനയ്ക്കും ശിരോവസ്ത്രം ധരിക്കുന്ന കുട്ടിക്കും ഒരുപോലെ ബാധകമാണല്ലോ. അനുച്ഛേദം 25 പറയുന്ന കാര്യം വെച്ച് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അനുച്ഛേദം നമുക്ക് ഉറപ്പു തരുന്നത്? 1, മനസാക്ഷിക്കനുസരിച്ച് ഏത് മതവിശ്വാസവും പുലർത്താനുള്ള സ്വാതന്ത്ര്യം. 2, അത് പൊതുവിടത്തിൽ പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം. 3, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. 4, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഓർക്കുക, ഇതെല്ലാം മൗലിക അവകാശങ്ങളാണ്. അതായത് ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു പൗരനുമുള്ള മൗലിക അവകാശം. അപ്പോൾ കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരാൻ പാടില്ലെന്ന സിസ്റ്റർ ഹെലീനയുടെ അഥവാ ആ സ്കൂൾ മാനേജ്മെന്റിന്റെ തിട്ടൂരം ഈ മൗലിക അവകാശത്തിന്റെ നിഷേധമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി. അതെ, സാമാന്യ ബുദ്ധി. ആ സാമാന്യ ബുദ്ധി അഥവാ കോമൺ സെൻസ് കൈവിട്ടു പോയതുകൊണ്ടാണ് സിസ്റ്റർ ഹെലീനയ്ക്ക് അത് മനസ്സിലാകാതെ പോയത്. അവർക്ക് എന്നല്ല, അവരെ ഉപയോഗിച്ച് കളിക്കുന്നവർക്കും. അവർ ആരാണ്? സാമുദായിക വിഭജനം വഴി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന കാസ എന്ന സംഘടന തന്നെയെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട്. സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലിന്റെ പ്രൊഫൈൽ നോക്കിയാൽ മതി, മനസ്സിലാകുമെങ്കിൽ കാസയോടുകൂടി പറയട്ടെ, നിങ്ങൾ ആരെക്കുറിച്ചും വിധി എഴുതരുത്, എന്തെന്നാൽ നിങ്ങളും വിധിക്കപ്പെടും. അതോ ഇവർക്കെല്ലാം സുവിശേഷങ്ങൾ വെറും കച്ചവട ചരക്കുകളാണ്? ക്രൈസ്തവ മതവിശ്വാസങ്ങൾ വെച്ച് ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് ഇതര മതവിശ്വാസങ്ങൾക്ക് നേരെ ഇങ്ങനെ വെറുപ്പ് പ്രകടിപ്പിക്കാനാവുക? നല്ല ശമരിയക്കാരൻ്റെ ഉദാഹരണം നിങ്ങൾ മറന്നോ? ദൈവത്തിലേക്കുള്ള വഴി ക്രിസ്തു മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ മറ്റു വിശ്വാസം വെച്ച് പുലർത്തുന്നവർ കാരുണ്യം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നൽകാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ശമരിയക്കാരെ വെറുത്തിരുന്ന യഹൂദരോട് ക്രിസ്തു ആഹ്വാനം ചെയ്തു. ഇതര മതസ്ഥയായ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം തടയാൻ ഭരണഘടനാപരമായി മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്നവർക്ക് അവരുടെ വിശ്വാസം കൊണ്ട് തന്നെ സാധിക്കില്ല. അവർ ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണ്, ക്രൈസ്തവ ജനതയ്ക്ക് എതിരാണ്, ക്രിസ്തുവിൻ്റെ ശത്രുക്കളാണ്. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ തന്നെ അറിയുന്നില്ല. അവരോട് പൊറുക്കേണം. ഇത് ക്രിസ്തു മതത്തിന് മാത്രം ബാധകമായ ഒന്നല്ല. മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലും കുട്ടികളെ മതം വച്ച് വേർതിരിക്കാനോ മുസ്ലിം ആചാരപ്രകാരം വസ്ത്രം ധരിച്ചു വരാൻ അവരെ നിർബന്ധിക്കാനോ പാടില്ല. പക്ഷേ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദു സംഘടനകളുടെ കീഴിലുള്ള സ്കൂളിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായോ? ആ വഴിക്ക് നോക്കുമ്പോൾ ഒരു മാതൃക എന്ന നിലയിൽ ഈ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന്, അവർക്കൊരു മാസമോ 2 മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല, അതൊരാദരവോടുകൂടിയാണ് കാണുന്നത്. പൊട്ടുതൊട്ടു വരുന്ന കുട്ടികളുണ്ട്, കുരിശ് ധരിച്ചു വരുന്നവരുണ്ട്. കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിൻ്റെ ഒരു എസൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ, വിദ്യാർത്ഥികൾ പോലും കുരിശ് ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല. സ്കൂളിൽ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ, പ്രോസ്പെക്ടസുകളിൽ എഴുതി വച്ചിട്ടുള്ളതാണ്. അതുപോലെ പെൺകുട്ടികൾക്ക് തലമറക്കുന്നതും എഴുതി വച്ചിട്ടുള്ളതാണ്.
എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി വയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല, ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല. കാരണം അതവരുടെ മതത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ സ്വാതന്ത്ര്യമാണ്, അതവർ പാലിച്ചു കൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത്. അങ്ങനെയാണ് വെക്കേണ്ടതും. ക്രിസ്ത്യാനികളും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി യൂണിഫോമിൻ്റെ കാര്യം. യൂണിഫോം ഈ കുട്ടിയും ധരിക്കുന്നുണ്ടല്ലോ, കൂടെയാണ് ഹിജാബ് അഥവാ ശിരോവസ്ത്രം ധരിക്കുന്നത്. സിസ്റ്റർ ഹെലീനയ്ക്ക് അറിയുമോ ഇന്ത്യയിൽ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും യൂണിഫോം എങ്ങനെയുള്ളതാണെന്ന്? രണ്ടിടത്തും താടി വയ്ക്കാൻ പാടില്ലെന്നും അറിയാം. പക്ഷേ ഈ ചിത്രങ്ങൾ നോക്കൂ. ഇത് ഇന്ത്യൻ പോലീസിൻ്റെയും ഇന്ത്യൻ പട്ടാളക്കാരുടെയും ഫോട്ടോകളാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണല്ലോ. ഈ ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക? എന്താ മാഡം, ഇവർ താടി വളർത്തി തലപ്പാവ് വെച്ചിട്ടുണ്ടല്ലോ, ഇത് യൂണിഫോമിനെതിരല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു മറുപടി പറയും? അതാണ് സിസ്റ്റർ പറയുന്നത്. എന്തു വെച്ചാണോ നിങ്ങൾ അളക്കുന്നത്, അതിനാൽ നിങ്ങളും അളക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം അധ്യായം 7 വാക്യം 2. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാജ്യമാകെ ശ്രദ്ധിച്ച ഒരു നിയമ പോരാട്ടം. കർണാടകയിൽ BJP സർക്കാരിന്റെ കാലത്ത് കലാലയങ്ങളിൽ ഹിജാബ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമവ്യവഹാരം ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. ഹിജാബ് നിരോധനം കർണാടകയിലാകെ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയല്ലോ. പിന്നീട് ഹൈക്കോടതി സർക്കാർ നിലപാട് ശരിവച്ചു. സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഭിന്നവിധിയുണ്ടായി. പക്ഷെ നോക്കൂ, സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് മുന്നിലാണ് ഇപ്പോഴും കേസ്. അന്തിമ നിലപാട് വരും വരെ ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കാൻ മാനേജ്മെന്റിന് എന്തധികാരം? അല്ലെങ്കിൽ ആ കുട്ടിയുടെ മതപരമായ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ സ്കൂൾ മാനേജ്മെന്റിന് എന്തധികാരം? ഈ വിഷയത്തിൽ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും കൃത്യമായ നിലപാടെടുത്തു. ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടിയെ ചേർത്ത് നിർത്തി അദ്ദേഹം പോസ്റ്റ് ചെയ്ത ചിത്രം ഇന്ത്യയിൽ തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരാൾ സമീപകാലത്ത് ഇട്ട ഏക പടമാണ്. ഇന്ത്യയിലെ അപരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതവിഭാഗത്തോടുള്ള ഏക പൊതു അണച്ചുനിർത്തൽ. എ പോസിറ്റീവ് എംബ്രേസ്മെന്റ് ഓഫ് ദ കണ്ടിന്യൂസ്ലി അലീനേറ്റഡ് റിലീജിയസ് കമ്മ്യൂണിറ്റി ബൈ എ മിനിസ്റ്റർ എനിവേർ ഇൻ ഇന്ത്യ ടുഡേ. പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഹൈബിയുടെ എംപിയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ചേർന്ന് നടത്തിയ ചർച്ചയിലൂടെ പരിഹരിച്ച രീതിയിലാണോ ഇത് തീർക്കേണ്ടത്? അങ്ങനെയാണ് ഇത് തീർക്കേണ്ടത് എന്നാണോ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം? ഇനി മറുപടി പറയാൻ എന്നെ കിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട വിഷയമാണോ ഇത്? ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹെലീന സിസ്റ്റർ പറഞ്ഞല്ലോ, ഹിജാബ് ഇട്ടവരെ കുട്ടികൾക്ക് പേടിയാകുന്നുവെന്ന്. ശരിക്കും ഈ കുട്ടികളെല്ലാം പേടിക്കേണ്ടത് നിങ്ങളെയല്ലേ സിസ്റ്ററെ? ആ വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിൽ മതം ഒട്ടിച്ചു വെച്ച് ഇതാ ഒരു അന്യമതക്കാരി എന്ന് മൈക്കുകൾക്ക് മുന്നിൽ LKG കുട്ടികൾക്ക് പോലും നാണം തോന്നുന്ന ഇംഗ്ലീഷിൽ അത് വിളിച്ചു പറഞ്ഞ നിങ്ങൾ നാളെ എന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ല. അത്രയും അവർ ഒരു മതപ്രതീകത്തെയും പേടിക്കേണ്ടി വരില്ല.